ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ നിനുവ കൺവെൻഷനും 3 നോമ്പാചരണവും അതിവിപുലമായി ആചരിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ ഫെബ്രുവരി 10 മുതൽ 12 തീയതി വരെ നിനുവ കൺവെൻഷനും 3 നോമ്പാചരണവും അതിവിപുലമായി നടക്കും. ഫെബ്രുവരി 10 തീയതി തിങ്കളാഴ്ച ഫാദർ റെജി ചവർപ്പനാൽ, 11 തീയതി ചൊവ്വാഴ്ച ഫാദർ സാബു മുടവൂർ എന്നിവർ വചന സന്ദേശം നൽകി. 12 തീയതി ബുധനാഴ്ച ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ വചന സന്ദേശം നൽകും. 3 നോമ്പ് കൺവെൻഷൻ ദിനങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷ, തുടർന്ന് രാത്രി 7 മണിക്ക് വചന ശുശ്രൂഷയും നടക്കും. സമാപന ദിനമായ ഫെബ്രുവരി 12 തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് കുർബാന ഫാദർ ബേസിൽ ബേബി അർപ്പിക്കും. 46 മുതലുള്ള തിരുവചനം അത് ബർത്തമിയൂസിന്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത കർത്താവിൻ്റെ വഴിയിലൂടെ ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ കടന്നു പോകേണ്ട എല്ലാ വഴികളെക്കുറിച്ച് ഒരു ചെറിയ സംഭവത്തിലൂടെ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നതാണ്. ഈ അന്ധയാചകന്റെ പേര് പറയുന്നില്ല. ബർത്തമേയൂസ് എന്ന് പറഞ്ഞാൽ തിമേയൂസിൻ്റെ മകൻ എന്നാണ് അർത്ഥം. ഈ മനുഷ്യൻ്റെ പേര് അതല്ല. അന്തപ്പൻ്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരാവില്ല. ഇവിടെ തിമേയൂസിൻ്റെ മകൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തിമേയൂസിൻ്റെ മകൻ പേര് പറയുന്നില്ല. ഇവൻ അന്ധനാണ്, യാചകനാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഞാനിവിടെ ചേലക്കര വന്നിട്ട് 5ാമത്തെ ദിവസമാണ്. ഈ പ്രദേശത്ത് വന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. 2ാമത്തെ കാരണം, യാക്കോബായ സഭാ സമൂഹത്തിൻ്റെ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന അവസരമാണ്. ഇതിനു മുമ്പ് ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പള്ളിയിൽ പോവുകയും പല കാര്യങ്ങളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പൊതുപരിപാടിയിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുകയാണ്. ഇന്ന് 3 ദിവസത്തെ നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. വചനം കേൾക്കാനും പഠിക്കാനും വചനം ജീവിക്കാനുമായിട്ട്, വചനം ധ്യാനിക്കാനായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വചനം പങ്കുവെച്ച് തരുമ്പോൾ വചനം കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് വചനം പങ്കുവെക്കാനായിട്ട് അച്ഛൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ചെറിയ സന്ദേശം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഒരു ബൈബിൾ ഭാഗമെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്